കുഴപ്പമില്ല. ചിരിക്കാനുണ്ടോ പരിപാടി? കുഴപ്പമില്ല. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തില്? കുഴപ്പമില്ലെന്നാ പറയുന്നത്. തലൈവർ തമ്പി തലവരടാ തലവര. വെൽക്കം ബാക്ക്. അപ്പം മലയാളത്തിൽ നമ്മുടെ ബേസിലിന്റെ ഹിറ്റ് മൂവി ഫാൽമിയുടെ ഡയറക്ടർ അങ്ങ് തമിഴിൽ പോയിട്ടൊരു കോമഡി മൂവി ആയിട്ട് വന്നിട്ടുണ്ട്. തലൈവർ തമ്പി തലൈമേൽ TTT. അപ്പോൾ ജീവനായകനായി തന്ന TTTയുടെ റിവ്യൂ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. നിങ്ങളൊരു സിനിമ ഉണ്ടായിരുന്നു, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ റെസ്പോൺസിലേക്ക്. അധികം ഒന്നും പ്രതീക്ഷിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഉള്ളു. ക്ലൈമാക്സ് ഒക്കെ ക്ലൈമാക്സ് കുഴപ്പമില്ല, ലാസ്റ്റ് കുഴപ്പമില്ല, ക്ലൈമാക്സ് കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒന്നും അത്രയ്ക്കും പോരാ. ഇമോഷണൽ ലാസ്റ്റ് ക്ലൈമാക്സ് എങ്ങനെ ഇമോഷണൽ ആവും? അതിനകത്ത് എമോഷനും പറയാനും ഒന്നുമില്ല, ചെറിയ ചെറിയ കോമഡി മാത്രമേ ഉള്ളൂ. വർക്ക് ആവൂല? കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല പടം. ചിരിക്കാനുണ്ടോ? കോമഡി ഇച്ചിരി ഫണ്ണാണ്. ത്രൂഔട്ട് ഫൺ തന്നെയാണ്. ഇച്ചിരി എന്റർടൈൻമെന്റ് ആയിട്ട് പോവാണ്, ഫാമിലി ആയിട്ട് കാണാം. തമ്പി തലവിധി എന്ന് പറഞ്ഞാൽ നല്ലത്. എനിക്ക് തോന്നുന്നു ഞാൻ സൂഫ്രംസോ, പിന്നെ അതുപോലെ തന്നെ ജാനേമൻ, പിന്നെ വ്യസന സമേതം, ആ കൺസെപ്റ്റ് തന്നെ. അത് വേറൊരു രീതിയിലോട്ട് തമിഴ് പ്ലേസ് ചെയ്തതന്നേ ഉള്ളൂ. പക്ഷെ അത് മറ്റിടത്തൊക്കെ വർക്കായ സാധനങ്ങൾ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല. കോമഡിയൊക്കെ എങ്ങനെയാണ് മൊത്തത്തിലൊരു? ചിലയിടത്തൊക്കെ ചിരിക്കും, ബഹളവും അതൊക്കെയാണ്. ചിലയിടത്തൊക്കെ ചിരിക്കാനുള്ള സാധനം ഉണ്ട്, അല്ലാതെ ബാക്കിയൊക്കെ ഫ്ലാറ്റ് അവിടെ നിന്നങ്ങ് കറങ്ങും ഒരിടത്ത്. ഒരു ദിവസത്തെ സ്റ്റോറിയാണ്, അതുകൊണ്ട് ഒരു ദിവസം സ്റ്റോറി. ഈ മലയാളി ഡയറക്ടർ ആയതിന്റെ ഇതാണോ തമിഴിലോട്ട് പോയപ്പോ ഇമോഷണൽ? അതുകൊണ്ടാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സാധനം അവര് സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിച്ച രീതിയിലോട്ട് സാധനം വന്നില്ല. അവർ പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞ ഈ മറ്റേ സിനിമകളൊക്കെ തന്നെ. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ചിരിക്കാൻ? തലൈവർ തമ്പി തലവരടാ തലവര. ഓക്കെ, ഫാൽമിയിലെ ഡയറക്ടറിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് വന്നതാണ്. പക്ഷേ സിനിമ അത്രയ്ക്കില്ല, വെറുതെ ഒരു പടം കാണാം എന്നല്ലാതെ ഇതിൽ എടുത്തു പറയാൻ വേണ്ടിയുള്ള പോസിറ്റീവ് എന്ന് വെച്ചാൽ ജീവ മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ കുറേ നെഗറ്റീവ് ഉണ്ട്. അതൊന്നും നോക്കാതെ വെറുതെ വൺ ടൈം വാച്ചബിൾ ആയിട്ടിരുന്ന് കണ്ടിരുന്നാൽ, വൺ ടൈം വാച്ചബിൾ പോലും എനിക്ക് തോന്നിയില്ല. ഞാൻ പതിവെ പറഞ്ഞു, വൺ ടൈം വാച്ചബിൾ ആയിട്ടിരുന്ന് കണ്ടാൽ ഇഷ്ടപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്. ഇഷ്ടപ്പെടുമെന്നല്ല, അങ്ങനെ ഒരു അഡ്വഞ്ചർ കോമഡി പരിപാടിയാണോ പിടിച്ചേക്കുന്നത്? ഇതിൽ അഡ്വഞ്ചറസ് പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ദിവസം നടക്കുന്ന കഥയാണ്. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും അല്ല ഇതിൽ കൊടുത്തിട്ട്. നമ്മൾ മുമ്പ് കണ്ടുപടിയ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ മെയിൻ ഒരു പോസിറ്റീവ് ജീവ മാത്രമേ ഉള്ളൂ. അയാളുടെ ഒരു ഇതൊക്കെ വെച്ച് നമുക്കിങ്ങനെ കണ്ടിരിക്കാന്നല്ലാതെ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു സംഭവമൊന്നുമില്ല. ഫോഴ്സ്ഡ് കോമഡി ഒക്കെയാണോ സ്റ്റോറിയിൽ? അങ്ങനെ ഇല്ല, എനിക്ക് കോമഡി എനിക്കത് വർക്കായി. 2-3 സ്ഥലത്തെ കോമഡി വർക്കായി എന്നല്ലാതെ പൊതുവെ കോമഡിയും എനിക്കങ്ങനെ വർക്കായില്ല. വലിയൊരു സംഭവം പിടിച്ചത്, പക്ഷെ അത് അങ്ങോട്ട് എഫക്റ്റ് ആയിട്ടില്ല. നമ്മളൊരു ഇമോഷണൽ കണക്ഷൻ ഒരു സംഭവം ഉണ്ടല്ലോ സിനിമയിൽ, അതുകൊണ്ട് കിട്ടുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മൾ ആദ്യം കാണാൻ വിചാരിക്കും നല്ലൊരു സിനിമയായിരിക്കും, പക്ഷെ അങ്ങനെ തട്ടിക്കൂട്ടായി പോയി. തട്ടിക്കൂട്ടല്ല, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് പടത്തിൽ. ഒരു ആവറേജ് പടം. TTT. അപ്പോൾ ഈ ഒരു സിനിമ തലൈവർ തമ്പി തലവേദന ആ ഒരു അവസ്ഥയിലാണ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരു മരണവീട്, ഒരു കല്യാണം, അപ്പുറത്ത് മരണവീട്, ഇപ്പുറത്ത് കല്യാണം, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പാർട്ടിക്കാരനായിട്ടാണ് ജീവ ഈ ഒരു സിനിമയിൽ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം എന്തൊക്കെ നല്ല അത്രയ്ക്കും സ്ക്രിപ്റ്റും അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വർക്ക് ആവത്തുള്ളൂ. ഇതിൽ രണ്ടും ഇല്ല. സിറ്റുവേഷൻ കോമഡീസാണ് ഇവർ ട്രൈ ചെയ്തിട്ടുള്ളത്, അതൊന്നും അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ ഫാൽമിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിൽ ജഗദീഷിൻ്റെയൊക്കെ പെർഫോമൻസ് കൊണ്ടാണ് ചില സീൻസൊക്കെ നല്ല രീതിയിൽ എലിവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തമിഴ് ആക്ടേഴ്സും ആ തമിഴ് സംഭവമൊക്കെ ആയതുകൊണ്ടാവണം നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് കണക്റ്റ് ആയില്ല ഒന്നും. അതുപോലെ തന്നെ കോമഡീസൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോഴ്സ്ഡ് ആയിട്ടുള്ള കുറേ പരിപാടികളൊക്കെയാണ്. ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ഒരു മെസ്സേജ് പോലെ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്ത് ജീവയുടെ ഒരു മെസ്സേജൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ഭയങ്കര മോശം സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.